ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് മയിൽപ്പീലി ചൂടിയ, കൈയിൽ ഓടക്കുഴലേന്തിയ, നീലനിറമുള്ള ആ രൂപമാണ്. എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ശരീരത്തിന് നീലനിറം വന്നത് എന്നതിനെക്കുറിച്ച് പുരാണങ്ങളിൽ വളരെ മനോഹരമായ ചില വിവരണങ്ങളുണ്ട്. ലോകമെമ്പാടും കൃഷ്ണനെ ശ്യാമവർണ്ണൻ എന്ന് വിളിക്കുമ്പോൾ ആ നിറത്തിന് പിന്നിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രീകൃഷ്ണന്റെ നീലനിറത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രശസ്തമായ കഥ അമ്പാടിയിലെ കാളിയമർദ്ദനവുമായി ബന്ധപ്പെട്ടതാണ്. യമുനാ നദിയിൽ വിഷം ചീറ്റി പരിസരമാകെ നശിപ്പിച്ചുകൊണ്ടിരുന്ന കാളിയൻ എന്ന സർപ്പത്തെ അടിച്ചമർത്താൻ ബാലനായ കൃഷ്ണൻ വെള്ളത്തിലേക്ക് ചാടി. കാളിയന്റെ ഭീകരമായ വിഷമേറ്റ് കൃഷ്ണന്റെ ശരീരം നീലനിറമായി മാറിയെന്നാണ് ഒരൈതിഹ്യം. തിന്മയുടെ വിഷത്തെ അതിജീവിച്ച് ലോകത്തിന് നന്മ പകർന്നു നൽകിയ ഭഗവാന്റെ ആ പോരാട്ടത്തിന്റെ അടയാളമായി നീലനിറം കൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ ഈ നീലനിറത്തിന് മറ്റൊരു ആഴമേറിയ അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന അനന്തമായ നീലിമയും ആഴക്കടലിന്റെ അഗാധതയിൽ തെളിയുന്ന നീലനിറവും യഥാർത്ഥത്തിൽ പരിധികളില്ലാത്ത പ്രപഞ്ചത്തിന്റെ അടയാളമാണ്. അളക്കാൻ കഴിയാത്തതും അറ്റമില്ലാത്തതുമായ ഏതും പ്രകൃതിയിൽ നീലനിറമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൃഷ്ണൻ എന്നത് പ്രപഞ്ചത്തിന്റെ ആ ചൈതന്യം തന്നെയാണ്. മാറ്റമില്ലാത്തതും അനന്തവുമായ ആ സത്യത്തെ സൂചിപ്പിക്കാനാണ് പുരാണങ്ങൾ കൃഷ്ണനെ മേഘശ്യാമവർണ്ണനായി ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാഴ്ചപ്പാടിൽ നീലനിറം ശാന്തിയുടെയും കരുണയുടെയും പ്രതീകമാണ്. തന്റെ ഭക്തരുടെ കണ്ണുകളിൽ കൃഷ്ണൻ ആകാശത്തോളം വലിയ സ്നേഹമായിരുന്നു. കാർമേഘങ്ങൾ പെയ്യാൻ തയ്യാറായി നിൽക്കുന്നതുപോലെ തന്റെ ഭക്തരിലേക്ക് അനുഗ്രഹം ചൊരിയാൻ നിൽക്കുന്ന ഭഗവാനെ കവികൾ കറുത്ത വാവിനോടും നീലമേഘങ്ങളോടും ഉപമിച്ചു. അതുകൊണ്ടുതന്നെ ഈ നിറം വെറുമൊരു ശരീരവർണ്ണമല്ല, മറിച്ച് ഭഗവാന്റെ ആഴമേറിയ സ്നേഹത്തിന്റെയും അദൃശ്യമായ പ്രപഞ്ചശക്തിയുടെയും പ്രതിഫലനമാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നത് എല്ലാ വർണ്ണങ്ങൾക്കും അപ്പുറമുള്ള ഒന്നാണ്. എല്ലാ നിറങ്ങളും ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ആ സവിശേഷമായ ശ്യാമവർണ്ണം ഭഗവാന്റെ സർവ്വവ്യാപിത്വത്തെയാണ് കാണിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന യമുനയും അനന്തമായ ആകാശവും പോലെ കൃഷ്ണൻ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ തവണയും ആ നീലരൂപം കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലളിതമായ ആ വശ്യമായ നിറം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിന് പരിധികളില്ലെന്നും ദൈവികത എന്നത് പ്രകൃതിയുടെ ഓരോ അംശത്തിലും അലിഞ്ഞുചേർന്നിരിക്കുന്നു എന്നുമാണ്.